ചെറുപ്പളശ്ശേരി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി. ജൂലൈ 7-ന് കടകൾ അടച്ച് പ്രതിഷേധ കൺവെൻഷൻ നടത്തുമെന്ന് വ്യാപാരികൾ. പലതവണ നഗരസഭാ അധികാരികളെ പ്രശ്നം ധരിപ്പിച്ചിട്ടും ചർച്ച പോലും നടത്താൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തിറങ്ങുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ അറിയിച്ചു. മെയ് 30 മുതൽ നടപ്പിലാക്കിയ ചെർപ്പളശ്ശേരി ടൗണിലെ പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പിലായതോടുകൂടി ചെർപ്പളശ്ശേരിയിലെ വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കടന്നെന്നും ഇത് സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകൾക്കും അധികൃതർ തയ്യാറായില്ല എന്നുമാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയ മെയ് 30 മുതൽ തന്നെ നിരന്തരമായി ഇത് സംബന്ധിച്ച പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും ശരിയാക്കാമെന്ന വാക്കല്ലാതെ യാതൊരു തരത്തിലുള്ള അനുകൂല നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നതെന്നും വ്യാപാരി നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 7-ന് ചെർപ്പളശ്ശേരി മലബാർ കോംപ്ലക്സ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ വ്യാപാരികളും കടകളടച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ചെർപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കച്ചവടക്കാരന്റെ പ്രയാസങ്ങൾ വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ നാളിതുവരെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കുകയോ ചെയ്യാനുള്ള ഒരു മനസ്സാണ് കാണിക്കാത്തതാണ് ഞങ്ങളെ ഇന്ന് ഇത്തരത്തിൽ ഒരു സമരം പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഇനി ഇത്തരം ഒരു സംവിധാനം അംഗീകരിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ചെർപ്പളശ്ശേരിയിലെ കച്ചവടക്കാർക്ക്. പഴയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള പല കടകളും പൂട്ടിത്തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പൂട്ടിയ കച്ചവട സ്ഥാപനങ്ങളൊന്നും ഇനി തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല. അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളെ ഇപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പണിയെടുപ്പിക്കുന്നത്. ഈ ഒരു മാസക്കാലത്തെ ഈ പരിഷ്കരണത്തിന്റെ ബാക്കി പത്രം അതാണ്. പല സ്ഥാപനങ്ങളിലും 2 ദിവസം ഇടവിട്ടാണ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. 6 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 6 തൊഴിലാളികൾക്ക് ഓരോ ദിവസം വെച്ച് നമ്മൾ തൊഴിൽ കൊടുക്കും. 3 തൊഴിലാളികളാണെങ്കിൽ ഈ 2 ദിവസം വെച്ച് തൊഴിൽ കൊടുക്കും. ഈ രീതിയിൽ 1-2 ദിവസം മാത്രം തൊഴിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അവരുടെ ദൈനംദിന ചെലവ് വർദ്ധിക്കുകയാണ്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വരണമെങ്കിൽ അവരുടെ ചെലവ് വർദ്ധിക്കും. അതേപോലെ തന്നെ കച്ചവടക്കാരന് കച്ചവടം ഇല്ലാതായി. ഇവിടെ ഇത് നടപ്പിലാക്കിയ അധികൃതർ പറയുന്നത് കച്ചവടം എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു മാസക്കാലം ഇത് അനുഭവിച്ചിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഈ ഒരു മാസക്കാലം കൊണ്ട് സംഭവിച്ചത് കച്ചവടം പോയിട്ടില്ല എന്ന് പറയുന്നവർക്ക് കണ്ണിന് അന്ധതയാണ്. കാരണം കച്ചവടം ചെർപ്പളശ്ശേരി ഇല്ലാതായിട്ടുണ്ട്. ആ ചെർപ്പളശ്ശേരിയിലെ കച്ചവടം മറ്റ് അങ്ങാടികളിലേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ വസ്തുത. ഇതാണ് വസ്തുത എന്നിരിക്കെ ഇതിന് നേരെ കണ്ണടച്ചുകൊണ്ട് ചെർപ്പളശ്ശേരിയിലുള്ള കച്ചവടക്കാർക്ക് മാത്രമേ ഇപ്പോ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുള്ളൂ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളൂ, അത് സാരമില്ല എന്നൊരു നിലപാടാണ് അധികൃതർ എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉപജീവന മാർഗം നിർത്തി മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതും അത്ര പെട്ടെന്ന് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇവിടെ ഒട്ടനവധി ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് കുറികളായിട്ടും ലോണുകളായിട്ടും ഒക്കെ ഞങ്ങൾ ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചവരാണ് ഞങ്ങൾ. അത് ഇവിടെ തന്നെ പരിഹരിച്ച് ഞങ്ങൾക്ക് പോകാൻ. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.